കക്കാട് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷൻ തയ്യാറാക്കിയ കക്കാട് ചാപ്പലിൻ്റെ ചരിത്രത്തിൻ്റെ ഇടനാഴികയിൽ ഏതെങ്കിലും രീതിയിൽ ഉൾപ്പെട്ടതും ഉൾപ്പെടാത്തതുമായ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ കക്കാട് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷൻ നിങ്ങൾക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. നമുക്ക് മുന്നേ നടന്ന് കഠിന പാതകൾ താണ്ടി ഒന്നുമില്ലായ്മയിൽ നിന്നും ഇവിടെ വരെയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവർ, മൺമറഞ്ഞു പോയവർ, കക്കാട് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ചാപ്പലിൻ്റെ മുൻ തലമുറക്കാർ ഏവർക്കും വേണ്ടി ഞങ്ങൾ ഭക്തിപൂർവം സമർപ്പിക്കുന്നു. തലമുറകളുടെ ആശ്രയമായ വിശുദ്ധ ഗീവർഗീസ് സഹദ ക്രൈസ്തവ ചരിത്രത്തിലെ തിളക്കമുള്ള ഒരു അധ്യായമാണ് എറണാകുളത്തെ കരിങ്ങാച്ചിറ സെയിന്റ് ജോർജ് കത്തീഡ്രൽ. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ്. പള്ളിയിലെ ശിലാശാസനമനുസരിച്ച് ഇതിന്റെ സ്ഥാപനം നടന്നത് AD 722 മകരം 13-ാം തീയതിയാണ്. ഈ ശാസനം മലയാള ഭാഷ രൂപപ്പെടുന്നതിനു മുൻപുള്ള നാനം മോനം എന്ന പ്രാചീന ഭാഷയിൽ കൊത്തിയതാണ് എന്ന ചരിത്രപരമായ പ്രാധാന്യവും ഇതിനുണ്ട്. പണ്ട് എടപ്പള്ളി പള്ളിയുമായി ബന്ധമുണ്ടായിരുന്ന മാളിയാക്കൽ, പാലത്തിങ്കൽ തുടങ്ങിയ ചില കുടുംബങ്ങൾ അവിടെ നേരിട്ട ഭിന്നതകളെ തുടർന്ന് ഒരു പുതിയ ആരാധനാ കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാടും തോട്ടങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമായ കരിങ്ങലിച്ചിറ അവർ കണ്ടെത്തുകയും അവിടെ പള്ളി പണിയുകയും ചെയ്തു. ഇതാണ് പിന്നീട് കരിങ്ങാച്ചിറ എന്നറിയപ്പെട്ടത്. എടപ്പള്ളി പള്ളിയിൽ നിന്ന് സ്വതന്ത്രമായി രൂപം കൊണ്ട ആദ്യകാല ദേവാലയങ്ങളിലൊന്നായും കരിങ്ങാച്ചിറ പള്ളി കണക്കാക്കപ്പെടുന്നു. സ്ഥാപിതമായ 8-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഈ പള്ളിക്ക് കക്കാട് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ചാപ്പൽ ചരിത്ര വഴികളിലൂടെ. കക്കാട് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ പ്രകാശനം. കക്കാട് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ചാപ്പൽ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. കക്കാട് കൊച്ചി മധുര ദേശീയപാതയിൽ തിരുവാങ്കുളത്തിനടുത്ത് മാമല ഭാഗത്ത് റോഡിന് വടക്കായി ഏകദേശം 500 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശം. രാജഭരണകാലത്ത് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു മാമല. മധ്യകേരളത്തിലെ ഏതൊരു ഗ്രാമത്തെയും പോലെ വിഭിന്ന സമുദായക്കാർ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന പ്രദേശം. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ആരാധനാലയങ്ങൾ 3 ക്ഷേത്രങ്ങൾ മാത്രമായിരുന്നു. കക്കാട് ദേശത്ത് താമസിച്ചിരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾക്ക് കരിങ്ങാച്ചിറ പള്ളിയായിരുന്നു പ്രാർത്ഥനാലയമായി ഉണ്ടായിരുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ കക്കാട് കരയിലും സമീപ കരകളിലും ഒരു മാരക പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയുണ്ടായി. ഇപ്പോൾ ചാപ്പൽ സ്ഥിതി ചെയ്യുന്ന മലയുടെ താഴ്വരയിലാണ് മരണമടഞ്ഞവരെ അടക്കിയത്. പകർച്ചവ്യാധിയാൽ ചകിതരായ ക്രിസ്ത്യാനികളുടെ ആവശ്യപ്രകാരം കരിങ്ങാച്ചിറ പള്ളിയിൽ മോർ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിനോടനുബന്ധിച്ച് വസന്ത പെരുന്നാൾ എന്ന പേരിൽ ഒരു പ്രത്യേക ശുശ്രൂഷ നടത്തുകയുണ്ടായി. അക്കാലത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട കറുത്തെഴുത്ത് അച്ഛന്റെ നേതൃത്വത്തിൽ കക്കാട് കരയിലേക്ക് പ്രദക്ഷിണം വന്ന് വഴി നീളെ കതിനവെടി പൊട്ടിക്കുകയും ധൂപം വെക്കുകയും ചെയ്തു എന്ന് പഴമക്കാർ പറയുന്നു. 1960-കളുടെ തുടക്കത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ മുഖ്യ വരുമാന മാർഗം കൃഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അഭ്യസ്ത വിദ്യർ വിരളമായിരുന്നു എന്ന് തന്നെ പറയാം. ബിരുദമുണ്ടായിരുന്ന ഏക വ്യക്തി എന്ന നിലയിൽ മറ്റപ്പള്ളിൽ ശ്രീ MB മത്തായി സാർ പ്രദേശത്തെ പ്രമുഖനായിരുന്നു. വടവുകോട് രാജർഷി മെമ്മോറിയൽ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായി ദീർഘകാലം സുദീർഘ സേവനം നടത്തി. എല്ലാവരുടെയും പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിത്വം. റിട്ടയർമെന്റിന് ശേഷം വടവുകോട് ക്രിസ്ത്യൻ സെന്ററിൽ ഏറെക്കാലം ഏകാന്തവാസം നടത്തിയ അദ്ദേഹം തന്റെ തറവാട് സ്ഥിതി ചെയ്യുന്ന കക്കാട് ഭാഗത്ത് ഇടയ്ക്കിടെ എത്താറുണ്ടായിരുന്നു. മുടി പറ്റവെട്ടി കറുത്തു തടിച്ച ഫ്രെയിം ഉള്ള കണ്ണട ധരിച്ച സാമാന്യം നല്ല കുടവേറുമായി സാർ വരുന്നത് പലരുടെയും ഓർമ്മയിൽ നിന്നും മറഞ്ഞിട്ടില്ല എന്ന് കരുതട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക,
ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക എന്നത് മത്തായി സാറിന്റെ ചിന്തയിലും വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും സ്പഷ്ടമായി കാണുവാൻ കഴിഞ്ഞിരുന്നു. നാടിന്റെയും നാട്ടാരുടെയും സർവാത്മുഖ പുരോഗതിക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. നാടിന്റെ ഉന്നമനത്തിന് ആദ്യം വേണ്ടത് സഞ്ചാരയോഗ്യമായ റോഡുകളാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അന്ന് കക്കാട് ഭാഗത്തുണ്ടായിരുന്ന നടപ്പാത ഇരുവശവും അരിഞ്ഞ് വീതി കൂട്ടിയ വാഹന സഞ്ചാരമാക്കി യോഗ്യമാക്കി. ചിലരുടെയെങ്കിലും എതിർപ്പിനെ വകവെക്കാതെ ഉണ്ടാക്കിയ ആ റോഡാണ് മാമലയിൽ നിന്ന് വടക്കോട്ട് പുറപ്പെട്ട് ശാസ്താമുകളിൽ എത്തിച്ചേരുന്നത്. ദേശത്ത് പാർത്തിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളുടെ ആത്മീയ വളർച്ചയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത മത്തായി സാറിന്റെയും മറ്റ് ചില വിശ്വാസികളുടെയും മനസ്സിൽ ഉയർന്നു. ആത്മാവിനെ പോഷിപ്പിക്കുവാൻ യോജിച്ച വേദികളെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചുമായി പിന്നീട് അന്വേഷണം. അങ്ങനെ ഉരുത്തിരിഞ്ഞ ആശയമാണ് കുടുംബയോഗം എന്നത്. MV മത്തായി സാറിന്റെ നേതൃത്വത്തിൽ വിശ്വാസികളുടെ ഉത്സാഹത്താൽ 1962 ബഹുമാനപ്പെട്ട കരിയാച്ചിറപ്പള്ളി വികാരിയായിരുന്ന നടാപ്പുഴ PP ജോസഫ് കത്തനാരുടെ അധ്യക്ഷതയിൽ മറ്റപ്പള്ളിയിൽ ശ്രീ ഉലഹന്നാന്റെ MV മത്തായി സാറിന്റെ തറവാട് ഭവനാങ്കണത്തിൽ വെച്ച് എല്ലാ വിശ്വാസികളുടെയും യോഗം ചേർന്നു. പ്രസ്തുത യോഗത്തിൽ വെച്ച് സെന്റ് ജോർജ് കുടുംബയോഗം കക്കാട് എന്ന നാമത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് വീടുകൾ തോറും പ്രാർത്ഥനാ യോഗം നടത്തുവാൻ തീരുമാനമെടുത്തു. കുടുംബയോഗത്തിന്റെ പ്രസിഡന്റായി MV മത്തായി സാറിനെയും വൈസ് പ്രസിഡന്റായി പരിയാത്ത് ശ്രീ PM വർക്കിയെയും സെക്രട്ടറിയായി മിരീക്കൽ ശ്രീ MG ബേബിയെയും തിരഞ്ഞെടുത്തു. വെളിച്ചത്തിന് മണ്ണെണ്ണ വിളക്കിനെ മാത്രം ആശ്രയിച്ചിരുന്ന കാലമായിരുന്നതിനാൽ സന്ധ്യയ്ക്ക് മുമ്പേ യോഗങ്ങൾ തീരത്തക്ക വിധം സമയം ക്രമീകരിച്ചിരുന്നു. പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന യോഗത്തിൽ പുരോഹിതന്മാർ സന്നിഹിതരാണെങ്കിൽ അവരോ അല്ലാത്ത പക്ഷം മുതിർന്നവരിൽ ആരെങ്കിലുമോ അധ്യക്ഷം വഹിക്കുകയാണ് ചെയ്തു വന്നിരുന്നത്. സങ്കീർത്തനം വായന, മുൻ യോഗ റിപ്പോർട്ട് പാസാക്കൽ, സംഗീതം, കഥ എന്നിവയും അധ്യക്ഷന്റെയും വിശിഷ്ട അതിഥികളുടെയും ദൈവവചന പ്രഘോഷണവും നടന്നുവന്നു. സ്തോത്രക്കാഴ്ചയും വിശ്വാസികൾ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്ത് കിട്ടുന്ന തുകയും അന്നത്തെ ഒരു പ്രധാന വരുമാന മാർഗമായിരുന്നു. ഈ യോഗങ്ങളിൽ മൺമറഞ്ഞവരും ജീവനോടിരിക്കുന്നവരുമായ അനേകം ദൈവമക്കൾ ദൈവവചനം പ്രസംഗിക്കുകയും വിശ്വാസികളെ ആത്മീയ നിറവുള്ളവരാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദൈവമക്കൾക്ക് 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ കർത്തൃനാമത്തിൽ സമർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ചേർന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നതിനും പഠിക്കുന്നതിനുമായിട്ട് യോഗം സന്ധ്യയോടെ ആരംഭിക്കാം എന്ന് തീരുമാനിക്കുകയും ആയതിലേക്ക് വെളിച്ചത്തിനായി ഒരു പെട്രോമാക്സും സംഗീതത്തിന് താളം പകരുന്നതിനായി ഒരു തമ്പേറും കുടുംബയോഗത്തിന്റെ ഫണ്ടിൽ നിന്നും വാങ്ങിക്കുകയുണ്ടായി. ഞായറാഴ്ചകളിൽ ഓരോ ഭവനങ്ങളിൽ വെച്ച് മാറി മാറി കുടുംബയോഗങ്ങൾ നടന്നു വരുമ്പോഴും കക്കാട് പ്രദേശത്തെ കുട്ടികൾ സൺഡേ സ്കൂൾ പഠനത്തിനായി കരിങ്ങാച്ചൽ സൺഡേ സ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിനൊരു പരിഹാരമായും ഇളം തലമുറയുടെ ആത്മീയതയെ പോഷിപ്പിക്കുവാൻ വേണ്ടിയും ഒരു സൺഡേ സ്കൂൾ തുടങ്ങുവാൻ കുടുംബയോഗം തീരുമാനമെടുത്തു. സൺഡേ സ്കൂൾ നടത്തിപ്പിന് യോജിതമായ ഒരു സ്ഥലം താൽക്കാലികമായിട്ടാണെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് മോർ ഗ്രിഗോറിയസ് കുരിശുംതൊട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു താൽക്കാലിക സൺഡേ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുവാനും പ്രവർത്തനം ആരംഭിക്കുവാനും മറ്റപ്പള്ളിയിൽ ശ്രീ ഉലഹന്നാൻ അനുവാദം തന്നത് ഏറെ നന്ദിയോടെ സ്മരിക്കുകയാണ്. 1964 അവസാനത്തോടെ അനുവദിച്ച സ്ഥലത്ത് ഓലയും മുളയും ഉപയോഗിച്ച് ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിക്കുകയുണ്ടായി. 1965 അധ്യയന വർഷം തന്നെ അന്നത്തെ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന യൂഹാനോൻ മോർ സേവേറിയോസ് തിരുമനസ്സുകൊണ്ട് കൂദാശ ചെയ്ത് സെന്റ് ജോർജ് സൺഡേ സ്കൂൾ കക്കാട് എന്ന പേരിൽ പ്രവർത്തനം തുടങ്ങി. പുലയത്ത് ശ്രീ PP മത്തായി സാർ ഹെഡ്മാസ്റ്ററായും കരിങ്ങാച്ചൽ സൺഡേ സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ യുവതി യുവാക്കൾ അധ്യാപകരായും പ്രവർത്തിച്ചു പോന്നു. കുടുംബയോഗത്തിലൂടെ തുടക്കം കുറിക്കപ്പെട്ട ആത്മീയ ബോധനം സൺഡേ സ്കൂളിന്റെ ആരംഭത്തോടെ കൂടുതൽ വിപുലപ്പെട്ടു. ജനങ്ങളിൽ നിന്നും നിർലോഭമായ സഹകരണമാണ് രണ്ട് പ്രസ്ഥാനങ്ങൾക്കും കിട്ടിയത്. കാലക്രമേണ ഈ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോൾ നെടുന്തുരുത്തിൽ ശ്രീ NU വർക്കിയുടെ 10 സെന്റ് സ്ഥലം വാങ്ങിക്കുന്നതിന് തീരുമാനിച്ചു. ആ സ്ഥലത്ത് ഒരു താൽക്കാലിക ഷെഡ് ഉണ്ടാക്കി സൺഡേ സ്കൂൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അവിടെ സൺഡേ സ്കൂൾ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്ന സമയത്ത് കൂടുതൽ സ്ഥല സൗകര്യമുള്ള ഒരു സ്ഥലത്ത് സൺഡേ സ്കൂൾ കെട്ടിടം നിർമ്മിക്കണമെന്ന് ആലോചിക്കുകയും അതിന് പ്രകാരം ഇളയെടുത്ത് പറമ്പിൽ ശ്രീ വർക്കിയുടെ വക 40 സെന്റ് സ്ഥലം, ഇപ്പോൾ ചാഫിലിരിക്കുന്ന സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. നേരത്തെ വാങ്ങിയ സ്ഥലം വിറ്റ് അന്നത്തെ കുടുംബയോഗം പ്രസിഡന്റായിരുന്ന മൂക്കനോട്ടിൽ ഡോക്ടർ MK കുര്യാക്കോസിന്റെ പേരിൽ ആ സ്ഥലം വാങ്ങിച്ചു. ഈ കാലയളവിൽ കുറച്ചു കാലം സൺഡേ സ്കൂൾ ക്ലാസുകൾ ഞാളിയത്ത് മാത്യുവിന്റെ ഭവനം, ഒറ്റനാങ്കൽ ഇട്ടന്റെ ഭവനം, കൊറ്റേലിൽ ഇമ്പാലിയുടെ ഭവനം, ഇളയെടുത്ത് പറമ്പിൽ ചെറിയാന്റെ ഭവനം, പുലയത്ത് വർക്കിയുടെ ഭവനം എന്നിവിടങ്ങളിൽ വെച്ച് താൽക്കാലികമായി നടത്തപ്പെട്ടു. പകൽ സമയത്ത് പോലും ഒറ്റയ്ക്ക് പോകുവാൻ ആളുകൾ ഭയപ്പെട്ടിരുന്ന കാട് പിടിച്ച സ്ഥലം വിശ്വാസികളുടെ ശ്രമഫലമായി വെട്ടിത്തെളിച്ച് ഒരുക്കപ്പെട്ടു. ഈ സ്ഥലത്തേക്ക് ആവശ്യമായിരുന്ന യാത്രാ സൗകര്യത്തിന് വേണ്ടി ഏതാനും ചില മാന്യ വ്യക്തികൾ സ്ഥലം വിട്ടുതരികയും നിർമ്മാണത്തിന് സഹകരിക്കുകയും ചെയ്തതിനാൽ വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ ഒരു റോഡ് നിർമ്മിക്കുവാൻ സാധിച്ചു.
സ്ഥലത്തിന് ചുറ്റും ചെറിയ രീതിയിൽ കയ്യാല വെക്കുകയും ശ്രീ മത്തായി സാറിന്റെ ഫലമായി ബ്ലോക്കിൽ നിന്നും അനുവദിച്ച കിണർ നിർമ്മിക്കുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കുകയും പരിസരവാസികൾക്ക് ഉപയോഗിക്കത്തക്കവും ഭംഗിയായി കിണർ നിർമ്മിക്കുകയും ചെയ്തു. ഇപ്പോഴും പരിസരവാസികൾക്ക് ഈ കിണറിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് എന്ന് ഏറെ ചാരിതാർത്ഥ്യത്തോടെ അനുസ്മരിക്കുന്നു. 1969 ഈ സ്ഥലത്ത് 20 അടി വീതിയിലും 80 അടി നീളത്തിലും കരിങ്കല്ല് കൊണ്ട് തറകെട്ടി ചെങ്കൽ തൂണിന്മേൽ മേൽക്കൂര കയറ്റി കിഴക്ക് പടിഞ്ഞാറായി ഒരു കെട്ടിടം നിർമ്മിച്ചു. ഈ കെട്ടിടത്തിന്റെ തറയ്ക്ക് വേണ്ട കരിങ്കല്ല് പരിയാത്ത ശ്രീ PM വർക്കിയും കോക്കടയിൽ ശ്രീ കുര്യാക്കോസും ചേർന്ന് സൗജന്യമായി ഇറക്കി തന്ന് സഹായിച്ചു. മൺമറഞ്ഞു പോയ ഈ മാന്യ വ്യക്തികളെ അനുസ്മരിക്കുന്നതിന് ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. മറ്റപ്പള്ളിയിൽ MV മത്തായി സാറിന്റെയും മുരീക്കൽ ശ്രീ MG ബേബിയുടെയും നേതൃത്വത്തിൽ വിശ്വാസികൾ അത്യന്തം കഷ്ടപ്പെട്ടാണ് മേൽപ്പറഞ്ഞ കെട്ടിടം നിർമ്മിച്ചത്. കാലചക്രം തിരിഞ്ഞുകൊണ്ടിരുന്നു. ദൈവാരാധനയ്ക്ക് ഒരു ആലയം, അത് വിശ്വാസികളുടെ മനസ്സിൽ വളരെ നേരത്തെ തന്നെ അങ്കുരിച്ച ഒരു ആഗ്രഹമായിരുന്നു. എങ്കിലും ദൈവഹിതമാകുവാൻ കാലതാമസം നേരിട്ടു. 1982 കാലഘട്ടത്തിൽ ഏതാനും ചില മാന്യ വ്യക്തികൾ ദേവാലയം എന്ന വിഷയം ദൈവം ശക്തമായി തോന്നിപ്പിച്ചു. ഇക്കാര്യം തലപ്പള്ളിയായ കരിങ്ങാച്ചിറപ്പള്ളിയിലെ പട്ടക്കാരുമായി ആലോചിച്ച് 1982 ഏപ്രിൽ മാസം 14-ാം തീയതി വൈകിട്ട് 3-ന് സൺഡേ സ്കൂൾ കെട്ടിടത്തിൽ വെച്ച് ദേശത്തെ വിശ്വാസികളുടെ ഒരു യോഗം ചേർന്നു. റവറൻ ഫാദർ S. പൗലോസ് കൂളിയാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫാദർ PP ജോസഫ് നടാപ്പുഴ, ഫാദർ വർഗീസ് പുലേത്ത്, കരിങ്ങാച്ചിറപ്പള്ളി കൈക്കാരന്മാരായ ശ്രീ OP വർക്കി, ശ്രീ KC ജോസഫ് എന്നിവരും സംബന്ധിച്ചു. പൊതുയോഗത്തിൽ വെച്ച് മാസത്തിൽ ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കത്തക്ക വിധത്തിൽ സൺഡേ സ്കൂൾ കെട്ടിടം ഒരു ചാപ്പലായി രൂപപ്പെടുത്തുന്നതിന് തീരുമാനിച്ചു. അതിനുവേണ്ടി പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിന് ഫാദർ S. പൗലോസ് കൂളിയാട്ടിൽ പ്രസിഡന്റായും ശ്രീ PV പൗലോസ് സില്ലിക്കപ്പറമ്പിൽ ട്രഷററായും ശ്രീ PI ജോസഫ് കൊറ്റൽ സെക്രട്ടറിയായും ശ്രീ KP വർക്കി കളരിക്കപ്പറമ്പിൽ കൺവീനറായും ഏതാനും ചില അംഗങ്ങളെയും ചേർത്ത് ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ദേവാലയ നിർമ്മാണത്തിന് ആവശ്യമായ പ്രാരംഭ ചെലവുകൾക്കായി ആദ്യ സംഭാവന നൽകിയ ഇല്ലിക്കപ്പറമ്പിൽ പരേതനായ ശ്രീ PV വർഗീസിനെ ഇത്തരുണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. പൊതുയോഗ ഡയറി 26/4/1982 ശ്രേഷ്ഠ ബെസേലിയോസ് പൗലോസ് തിദിയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ ഒപ്പും സീലും വച്ച് റെക്കോർഡാക്കി. വിശ്വാസികളുടെ കഠിനാധ്വാനവും കൊണ്ട് മദ്ബഹ കെട്ടി ഉയർത്തി. വിശുദ്ധ ത്രോണോസുകൾ നിർമ്മിച്ച് 1982 മെയ് 9-ന് അന്നത്തെ ഇടവക മെത്രാപ്പൊലീത്തയായിരുന്ന ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പെരുമ്പള്ളി തിരുമേനി ആദ്യ കുർബാന അർപ്പിച്ചു. പൊതുയോഗ രജിസ്റ്ററിൽ ചാപ്പലിന് ഭാവങ്ങൾ നേർന്നുകൊണ്ട് തിരുമേനി തന്റെ സന്ദർശന കുറിപ്പ് എഴുതി അനുഗ്രഹിച്ചു. അന്നു മുതൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ചാപ്പൽ കക്കാട് എന്ന നാമധേയത്തിലാണ് ഈ ആരാധനാലയം അറിയപ്പെടുന്നത്. ചാപ്പലിന്റെ വികാരിയായിരുന്ന ഫാദർ വർഗീസ് പുലേത്തിന്റെ അധ്യക്ഷതയിൽ ചാപ്പലിന്റെ ആദ്യ പൊതുയോഗം 9/5/1982 നടത്തപ്പെടുകയും തന്നാണ്ടിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നീട് എല്ലാ വർഷവും ജനുവരി മാസം ആദ്യത്തെ ഞായറാഴ്ച പൊതുയോഗം കൂടി അതാത് വർഷത്തേക്കുള്ള ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയാണ് പതിവ്. 10/6/84 അർദ്ധവാർഷിക പൊതുയോഗത്തിൽ വച്ച് ചാപ്പലിൽ സെന്റ് ജോർജ് യൂത്ത് ലീഗ് എന്ന പേരിൽ ഒരു യുവജന സംഘടന ആരംഭിച്ചു. ഈ കാലയളവിൽ മാമലയിൽ മോർ ഗീവർഗീസ് സഹോദരയുടെ നാമത്തിൽ ഒരു കുരിശുപള്ളി നിർമ്മിക്കുന്നതിനായി ഡോക്ടർ MK കുര്യാക്കോസ് മൂക്കനോട്ടിൽ ഇഷ്ടദാനമായി തന്ന സ്ഥലത്ത് കുരിശുപള്ളി സ്ഥാപിച്ച് 1984 ഓഗസ്റ്റ് 14-ന് കൂദാശ നിർവഹിക്കുകയും ഉണ്ടായി. 1988 കക്കാട് മോർ ഗ്രിഗോറിയോസ് കുരിശുപള്ളി മറ്റപ്പള്ളിയിൽ പരേതനായ MJ ജോർജിന്റെ കുടുംബം ഇഷ്ടദാനമായി തന്ന സ്ഥലത്ത് ആദ്യകാലത്ത് സൺഡേ സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലം അവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഈ കാലയളവിൽ തോണാട്ട് ശ്രീ TU തമ്പിയിൽ നിന്ന് ചാപ്പലിന്റെ വടക്കുവശം 10 സെന്റ് ഭൂമി കൂടി വാങ്ങിക്കുകയുണ്ടായി. ചാപ്പൽ പുനർനിർമ്മാണം. കാലപ്പഴക്കത്താൽ ചാപ്പൽ കെട്ടിടം പുതുക്കി പണിയേണ്ടതാണെന്ന ചിന്ത 2003 ആണ്ടിലാണ് ഉണ്ടായത്. 21/5/2003 വികാരി KM ജോർജ് കൊടുമറ്റത്തിൽ അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ ആർക്കിടെക്ട് ശ്രീ KJ ഫിലിപ്പ് കർത്തെടുത്ത് അവറുകളുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പാസാക്കി പുതിയ ചാപ്പൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് ശ്രീ PI ജോസഫ് കൺവീനറായി ഒരു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചു. അതുവരെയുള്ള നീക്കിബാക്കിയായിരുന്ന ഏകദേശം 2 ലക്ഷം രൂപയും കരിങ്ങാച്ചിറപ്പള്ളിയുടെയും വിശ്വാസികളുടെയും മറ്റ് അഭ്യുദയകാംക്ഷികളുടെയും സഹായവും മുന്നിൽ കണ്ടുകൊണ്ട് 31/8/2003 ഇടവക മെത്രാപ്പൊലീത്തയായ അഭിമന്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് പുനർനിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തി. 1962 മുതലുള്ള നമ്മുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത 2 മാന്യ വ്യക്തികളാണ് പരേതരായ മറ്റപ്പള്ളിൽ ശ്രീ MV മത്തായി സാറും ഇല്ലിക്കപ്പറമ്പിൽ ശ്രീ PV പൗലോസും. കക്കാട് സെന്റ് ജോർജ് ചാപ്പലിന്റെ ഹൃദയമിടിപ്പ്. നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ PI ജോസഫ് കൊറ്റേലിൽ വളരെ കാലം കക്കാട് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ചാപ്പലിന്റെ ട്രസ്റ്റിയായും
കക്കാട് സെന്റ് ജോർജ് സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചാപ്പൽ പുനർനിർമ്മാണ വേളയിൽ ഈ ചാപ്പലിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട മാന്യ വ്യക്തിയാണ് ശ്രീ PI ജോസഫ് കൊറ്റേലിൽ. കക്കാട് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കക്കാട് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ ആദ്യ സെക്രട്ടറി ആയത് ഇളയടത്ത് പറമ്പിൽ ശ്രീ EA റെജി അവറുകളാണ്. അദ്ദേഹം ഇപ്പോൾ കക്കാട് സെന്റ് ജോർജ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്നു. കാലത്തിന്റെ അനവധി പരീക്ഷണങ്ങളും അനുഗ്രഹങ്ങളും കടന്നുപോയി ഈ ദേവാലയം വിശ്വാസത്തിന്റെ തെളിവായി ഇന്നും നിലകൊള്ളുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും ത്യാഗവും ചേർന്നുണ്ടായ ഈ ചാപ്പൽ ഇന്നും തലമുറകൾക്ക് ആത്മീയ പ്രകാശമായി മാറുന്നു. ഇനിയും വരാനിരിക്കുന്ന കാലങ്ങളിലും ഈ വിശുദ്ധ ദേവാലയം വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി നിലനിൽക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കക്കാട് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ചാപ്പലിന്റെ കെടാവിളക്കായി മുൻപിൽ നിന്ന് നയിച്ച മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികർ, ഇപ്പോൾ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, എല്ലാത്തിലും ഉപരി സർവശക്തനായ ദൈവത്തിന്റെ തൃപ്പാദത്തിങ്കൽ പ്രാർത്ഥനയോടെ നന്ദി അർപ്പിച്ചുകൊണ്ട് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷൻ കക്കാട്. കക്കാട് ചാപ്പലിൻ്റെ ഈ ചരിത്ര വീഡിയോ നമ്മൾക്കായി AI കൺവേർട്ട് ചെയ്തു തന്നത് രോഹിത് എന്ന സഹോദരനാണ്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ സ്വന്തമായി അഡ്വർടൈസ്മെന്റ് കമ്പനി നടത്തുകയാണ്. ഈ സഹോദരൻ നമ്മുടെ ഇടവക ദേവാലയമായ കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ഇടവാംഗമാണ്. ഈ സഹോദരന് കക്കാട് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ പേരിൽ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.